മമ്മൂക്ക പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് കഥകളൊക്കെ പറഞ്ഞു വന്ന് ശബ്ദം ഇടറുന്ന ഒരു സീനിലൊക്കെ അങ്ങ് പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ പിന്നിൽ നിന്ന് സാറിന്റെ ഒരു ചേതോ വികാരം എന്തായിരുന്നു ആ ഒരു സമയത്ത്? അത് എല്ലാവരും കരയുന്നതാണ് ഒരു വാസ്തവം. ആണല്ലേ? കാരണം എന്ന് വെച്ചാൽ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത് 2 ക്യാമറ വെച്ചിട്ട്. അത് നമ്മളൊരു 3-4 ഷോട്ടൊക്കെ കാര്യമായിട്ട് മാർക്ക് ചെയ്തു. പക്ഷേ ഈ ഷോട്ടുകളൊക്കെ അങ്ങ് പോവുകയാണ്. നമുക്കെങ്ങനെ നിന്ന് പറയാണ്, റിയൽ ലൈഫ് പറയുന്ന പോലെ പറയാണ്. അപ്പൊ ഷോട്ടൊന്നും കട്ട് ചെയ്തില്ല. ഒന്നും കട്ടില്ല. അപ്പൊ ഞാൻ സുഖം പറഞ്ഞ് വിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ നോൺ സ്റ്റോപ്പ് പോവുകയാണ് ചെയ്തത്. ഒരു ക്യാമറയിലെ ഷോട്ട് റൺഔട്ടായി പോയി, ഒരു ക്ലോസ് വെച്ച സാധനം അത് റൺഔട്ടായി, ആ ഷോട്ട് പോയി. പക്ഷേ ഇപ്പുറത്തുള്ള ക്യാമറ എടുത്തു. പിന്നെ നമുക്ക് തീർന്ന് ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് കട്ട് പറയുന്നത്. കട്ട് പറയാൻ തന്നെ മറന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആദ്യം മമ്മൂക്കിൻ്റെ അടുത്ത് മമ്മൂക്കോട് അത് മാറ്റിയെടുക്കണോ ഞാൻ ചോദിച്ചാൽ കുറച്ച് ഇമോഷണൽ കൂടിപ്പോയത്. ഞാൻ പറഞ്ഞു നമുക്കത് നമ്മളെല്ലാവരും കാര്യം കേട്ട് നല്ല അത് ശരിയല്ല മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ശ്രീകണ്ഠൻ കയറി വന്നു, എന്താ അല്ല അതിങ്ങനെ മാറ്റിയില്ല, മമ്മൂട്ടി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രീകണ്ഠൻ അത് നിർബന്ധിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് റിഹേഴ്സലായിരുന്നു. റിഹേഴ്സലിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. പക്ഷേ അന്നേരം എനിക്കെന്തോ ഒരു ഇത് തോന്നി, ഇത് ഷൂട്ട് ചെയ്ത് റോൾ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ സുഖോട് പറഞ്ഞ് സുഖം നമുക്കിത് റോൾ ചെയ്യാം, മമ്മൂക്കിട് പറയാം, ആർട്ടിസ്റ്റ് ഒന്നും അറിയണ്ട, നമ്മൾ അങ്ങനെ റോൾ ചെയ്യാന്ന്. അപ്പോൾ വാവ കൊട്ടരിക്കലും സജീവ് ഉണ്ടായിരുന്നു. മോഞ്ചല അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.